മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. സ്വർഗത്തിന് എന്തൊരു സന്തോഷമാണെന്നറിയോ? പിശാചികളിൽ പല്ലിറമ്പാണ്. ഈ 3 മിനിറ്റ് പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ പല വിധത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയാണ് നമ്മെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഈശോയുടെ സ്നേഹമാണ് നമ്മെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. കാരണം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഇന്നത്തെ വചനം കേൾക്കണ്ടേ? 34-ാം സങ്കീർത്തനം 19-ാം തിരുവാക്യം. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവരെ മോചിപ്പിക്കുന്നു. ആരെ മോചിപ്പിക്കുന്നു? നീതിമാന്മാരെ മോചിപ്പിക്കുകയാണ്. എത്ര ഉന്നതമായ ദൗത്യമാണോ നമ്മൾ നിർവഹിക്കുന്നത്, അതിന് അനുഗുണമായ ഉന്നതമായ സഹനങ്ങൾ നമുക്കുണ്ടാകും. ആ സഹനങ്ങൾ മാറ്റിത്തരണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് അത് സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നറിയാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര സഹിക്കുന്നു എന്ന് നോക്കിയാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി. സ്നേഹത്തിൻ്റെ അളവ് നമ്മൾ നോക്കുന്നത് സഹനത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ്. സ്നേഹം സകലത സഹിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ വളരെയധികമാണെങ്കിലും കർത്താവ് അവരെ മോചിപ്പിക്കുന്നു. കാരണം സഹനം ദൈവം ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല, ചേർത്ത് പിടിച്ചതിൻ്റെ അടയാളമാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.